പതുക്കെ തിരടാ, ഇതിന്റെ തൊള്ളിയെ പിടിച്ച് ചത്തുപോകും. ചത്തുപോയപ്പിന്നെ അവനെ കാണാൻ പറ്റുമല്ലോ കേട്ടോ. കേട്ടോ ഒരു ആട്ടി തീർന്ന് ഇവന് ഞാനോട് തിന്നാൻ പോണം. ഞാനും കൂടി ചേട്ടാ അന്നാ പേടിയേറ്റതിന് ശേഷം ഇവൻ ഇങ്ങനെയാണ് സാറേ. ഇവര് തീറ്റി മേടിച്ചു കൊടുത്ത് എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു സാറേ. എന്നാലും കുഴപ്പമില്ല, ഇവന്റെ അസുഖമെല്ലാം ഒന്ന് മാറി കിട്ടിയാ മതി. എന്ത് തിന്നിട്ടും ഒരു വിശപ്പില്ല സാറേ. കൊല്ലു പോലെയാണ് സാറേ ഞാനിവനെ വളർത്തിയത്. കൊന്നുപോലെയായി. വെള്ളം ഞാനിപ്പോ കൊടുത്തരാം സാറേ, എന്തെങ്കിലും എടുത്ത് കൊടുത്തേക്കണേ. ഇവൻ ഭീകരജീവനെ കണ്ട് പേടിച്ചൊന്നല്ല, ആർത്തി മൂത്ത് ചത്ത ആരുടെ പ്രേതത്തെ കണ്ട് പേടിച്ചത്. പോയാ അനിയ? അതെ അനിയ, അനിയൻ അന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഒരാളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ കണ്ട ആള് ഇദ്ദേഹമാണോ? ആണോ? ഓറഞ്ച് എന്നാ ശരിക്കും ഓർമ്മ വരും പോലീസാരാ. ഓറഞ്ച് വേണല്ലേ? ഓറഞ്ചല്ല, ഓറഞ്ച് വാങ്ങിത്തരാട്ടാ. അപ്പൊ ഓറഞ്ച് തിന്നാ ഓർമ്മ വരുന്ന ആള് ഇതാണോ? ഓറഞ്ച് തിന്നിട്ട് ഓർമ്മ വന്നിട്ട് അല്ലേ? ആണോ? അല്ലേ? പിന്നെ ഒന്നും കൂടി ഒന്ന് ഓർത്തു നോക്ക് അല്ലേ? ഓർമ്മ വരില്ല. അതെ അവിടെ കണ്ടത് ശരിക്കും ശരിക്കും ഓറഞ്ചല്ല. ഓറഞ്ചേ അമ്മയുടെ ഓറഞ്ച്. അല്ല സാറ് പോവുകയാണാ? ഡോക്ടർ പറഞ്ഞതേ എന്റെ മകന്റെ അസുഖം പെട്ടെന്ന് മാറുമെന്നാണ്. പതുക്കെ മാറിയാ മതി. അവന്റെ ഒന്നും അസുഖം മാറിയിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ എന്റെ മകനെ പറ്റി പറഞ്ഞാലേ പോലീസാണെന്ന് നോക്കിയാലേ ഞാൻ. പോലീസുകാരൻ വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്തി. ആ കൊല വാങ്ങിയ കാശ് പോയി. അവന്റെ ഒടുക്കത്തെ വിശപ്പും ഒരു അലവലാതി തള്ളയും. അവൻ രാത്രിയിലെ ആ തള്ളയുടെ കരിഞ്ഞ മോന്ത കണ്ടു പേടിച്ചായിരിക്കും. എന്തൊരു ചേട്ടാ പ്രശ്നം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. മർഡർ നടന്നു വീട്ടിൽ നിന്ന് നിന്റെ ID കാർഡ് CSRന് കിട്ടി. ID കാർഡ്? അതെങ്ങനെയാ അവിടെ വന്നത്? അത് മാത്രമല്ല പ്രശ്നം, ആ വീടിനകത്ത് നിന്ന് നിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ? അതെടാ, മാച്ചിങ് റിപ്പോർട്ട് SP ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. രതീഷേട്ടാ ഞങ്ങൾ വിശ്വസിക്കണം, ഞങ്ങൾക്കിതിൽ യാതൊരു മനസ്സറിവില്ല. ഞാൻ വിശ്വസിച്ചിട്ട് എന്താടാ കാര്യം? ജെയിംസിനോടൊപ്പം ഇപ്പൊ നിങ്ങളും കൊലപാതകത്തിൽ പ്രതികളാണ്. ഞങ്ങൾക്ക് എന്തോ ചതി പറ്റിയിട്ടുണ്ട് രതീഷേട്ടാ. തൽക്കാലം നിങ്ങൾ മാറി നിൽക്കുന്നതാ ബുദ്ധി. ബാക്കി നമുക്ക് വഴിയെ നോക്കാം. സാറേ കോയമ്പത്തൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇന്നത്തേക്കോ? ആ ഇന്നത്തേക്ക്. കോയമ്പത്തൂർക്കാ? അതൊക്കെ ഉണ്ട്, വാ പറയാം. ഇവിടെ തൽക്കാലം നമ്മൾ എങ്ങോട്ടാ പോകുന്ന ആരും അറിയുന്നത്. എങ്ങോട്ടാ രണ്ടുപേരും ബാഗ് തൂക്കി? അത് സാറേ ഞങ്ങളുടെ സസ്പെൻഷൻ ആയിരുന്നു ശരിയാക്കാനായിട്ടെ തിരുവനന്തപുരം വരെ ഒന്ന് പോവാ. പിന്നെ സാറ് ഞങ്ങളെ കണ്ടവരോടും പറയണ്ട, ഇവിടെ നിന്ന് ഇപ്പം ആരെ വരെന്ന് പറയാൻ പറ്റില്ലല്ലോ. ധൈര്യമായിട്ട് പോയിട്ട് വാ. ഓക്കെ സാർ. ഞാനില്ല ഇവിടെ. പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പോ ചെലവ് ചെയ്യണം. അത് ഞങ്ങൾ സാർ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നോട്ടെ. ശരി സാർ. വിഷ്ണു, ആ പാരഭാസ്കരന്റെ മുന്നിലുള്ള ചെന്ന് വിട്ടത് ഇനി ഈ ലോകത്തറിയാൻ ആരും ബാക്കിയുണ്ടാവില്ല. പറയട്ടേന്നേ, അതല്ല ഞാൻ തിരുവനന്തപുരം എടുത്തു പറഞ്ഞത്. എടാ ഈ ദൃശ്യം സിനിമയിൽ ലാലേട്ടൻ പോലീസുകാരെ പറ്റിക്കണം ഇങ്ങനെയാണ്. ആണോ? പിന്നല്ലാതെ. എടാ നമ്മൾ കോയമ്പത്തൂർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും, തിരുവനന്തപുരം SI ബാസുവിനോട് പറയും. പക്ഷെ നമ്മൾ മറ്റിടത്തേക്ക് പോകണം. ആണോ? പൊളിച്ച്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് മൻസൂർ. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. മൻസൂറിനെ കുറിച്ച് വിഷ്ണു പറയാറുണ്ട്. മൻസൂർ നല്ല വിക്രട്ടാ. പിന്നെ അത്യാവശ്യം നാടകവും കലാപരിപാടികളൊക്കെ ഉണ്ട് കയ്യില്. അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ കളിക്ക് 350 രൂപ ഇടുന്ന കാലത്തേന്ന്. ഇപ്പൊ ബിസിനസ് തുടങ്ങിയ അല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അത് പറയാൻ പറഞ്ഞു. എന്റെ മാമാന്റെ ഒരു പൊരൻ
മൂപ്പര് വലിയൊരു പുര ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നപ്പോൾ 2 ദിവസം താമസിച്ചു. ഇതിന് മൂപ്പര് പറയാം മൂപ്പര് ഉദ്ദേശിച്ച പുരതല്ല, മൂപ്പര് ഫാമിലി ആയിട്ട് പിന്നെയും ദുബായിക്ക് കാര്യങ്ങളൊക്കെ ഞാനാ നോക്കണേ. അവിടേക്ക് നമ്മൾ പോകും, അവിടെ ആകുമ്പോൾ ഫുള്ള് സേഫാണ്. ഐ തിങ്ക് ദ പിക്ചർ ഇസ് ക്ലിയർ നൗ. പരപ്പാറ ജെയിംസ് ചാടിപ്പോയതായി വിഷ്ണുവും റോയും ചേർന്ന് ഒരു കഥയുണ്ടാക്കുന്നു. ഇതിനിടയിൽ എങ്ങനെയോ വണ്ടാഴി പാപ്പച്ചൻ വന്ന് വീണു. രണ്ടാളും കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയമല്ലേ. പരപ്പാറ ജെയിംസ് എന്തെങ്കിലും പറഞ്ഞ് അവരെ പ്രലോഭിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ഒരു മണ്ടത്തരം അവർ ചെയ്യോ സാർ? പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ എന്നും ചീത്തപ്പേരുണ്ടാക്കിയിട്ടുള്ളൂ ആ യൂസ്ലെസ്സുകൾ. കൊലപാതകം നടന്ന വീടിന്റെ സമീപത്ത് വെച്ച് തന്നെ അന്ന് പുലർച്ചെ 3 മണി വരെ അവർ രണ്ടാളുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് തനിക്കെന്താ പറയാനുള്ളത്? റോയുടെ ഫോൺ പിന്നെ സ്വിച്ച് ഓഫ് ആയി. അവിടുന്ന് കിട്ടിയ ID കാർഡും വീടിനകത്തുനിന്ന് കിട്ടിയ വിഷ്ണുവിന്റെ വിരലടയാളം കൂടി ആയപ്പോ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിലും അവരൊരു കൊലപാതകത്തിന് കൂട്ടുവെക്കുമെന്ന് എനിക്കായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതിന്റെ പിന്നിൽ അവന്മാർ തന്നെയാണ്. തനിക്ക് ഇപ്പോഴും അവരുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതെനിക്കറിയാം. അവരുടെ അച്ഛന്മാരുടെ ബാച്ച്മേറ്റ് ആയിരുന്നല്ലോ താൻ. അവർക്ക് ഈ കേസുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ആ SI ബാസറിനോട് തിരുവനന്തപുരത്തേക്ക് പോവാന്ന് കള്ളം പറഞ്ഞിട്ട് അവർ തമിഴ്നാട്ടിലേക്ക് മുങ്ങിയത്? നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങള്. മോന്റെ വേഷം പോലീസിന്റേതാണെങ്കിലും പണി കള്ളന്റേതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു കൊലയാളിയെ കൊണ്ട് എന്റെ മോളെ വിവാഹം കഴിപ്പിക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ എനിക്കില്ല. നിങ്ങളുടെ മോനണിയിച്ച മോതിരം വാടോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ ബന്ധം നമുക്ക് ചേരില്ലാന്ന്. കംപ്ലീറ്റ് പൊടിയാണല്ലോ. ഒരടിച്ചേൽക്കാർ ജാനുവിനെ വെക്കാൻ പറഞ്ഞാൽ മാമ കേൾക്കൂല. ഇത് മൊത്തം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അല്ല, 2 ഷെയ്ക്കുമാർ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന മാതിരി ഈ വേഷത്തിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെറ്റുമ്മമാർ തിരിച്ചറിയിക്കും. ഇനി ധൈര്യമായിട്ട് പുറത്തു വയ്ക്കോളി. പക്ഷെ ഈ പോലീസിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. ആ മസിൽ കൊടുത്താണ്ട് ഒഴിവാക്കി. മനസ്സിലായി? എവിടെ വരെ? നിങ്ങളെ 2 മൊബൈൽ ഇപ്പോൾ പാണ്ടിലോറിയിൽ കേരള ബോർഡർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പോലീസിന് അന്വേഷണം മുഴുവൻ തമിഴ്നാട്ടിലേക്കും. നിങ്ങൾ പോലീസ് രേഖാചിത്രം വരയ്ക്കുന്നതാണല്ലേ? അങ്ങനെയാണ് ആ ഒളിഞ്ഞുനോട്ടക്കാരുടെ രേഖാചിത്രം ഒന്ന് വരച്ചു നോക്കി. എന്നിട്ട് നമുക്കത് രതീഷേട്ടന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. മൂപ്പര് തപ്പിയെടുത്തോളൂ. നമ്മളെ വയ്ക്കും നമുക്ക് അന്വേഷിക്കാം. ഈ വേഷത്തിൽ നമ്മൾ പേടിക്കണ്ടല്ലോ. പിന്നെന്താ, നമുക്കിറങ്ങാം. അങ്ങനെ അന്വേഷണം ഒന്നിച്ച് വേണ്ട. ഗോപാലൻ, അന്ന് രാത്രി കണ്ട നീ വരല്ലേ? ഇവന്മാരാണോന്നൊരു സംശയമുണ്ട് സാറേ. രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. രാത്രി ഒളിഞ്ഞു നോട്ടത്തിന് പോകുമ്പോ നീ ശരിക്കും കാണാറുണ്ടല്ലോ. ഇവന്റെ ഫിംഗർ പ്രിന്റ് നോക്കിയിരുന്നു മാഡം, മാച്ച് ആവുന്നില്ല. അല്ല സാറേ, ഈ കേസ് തെളിയിക്കാൻ സഹായിച്ചതിന് എന്റെ പടം പത്രത്തിൽ വരും, മിക്കവാറും വരും. അത് മതി. മൊത്തം നക്ഷത്രമാണല്ലേ ഇന്നത്തെ ക്രിസ്മസാ. ഇതാണ് നിന്റെ കയ്യിലിരിപ്പെങ്കിൽ അധികം താമസിയാതെ എന്റെ പടം പത്രത്തിൽ വരും. ചരമകോളത്തിലാണെന്ന് മാത്രം ഒളിഞ്ഞൊക്കെ നടക്കുന്നത്. ഇനി രാത്രി എങ്ങനെ നിന്നെ പുറത്ത് കണ്ട നിന്റെ കണ്ണ് ഞാൻ എന്തോ ആവശ്യം വന്നാ വിളിപ്പിക്കും. വന്നോണം. പിന്നെ എന്റെ പട്ടി വരും, വിളിച്ചു വരുത്തിട്ട് കണ്ണു കുത്തി പൊട്ടിക്കാനല്ലേ.
എന്താണെന്നറിയില്ല, ഇയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരടുപ്പം തോന്നി. സ്വഭാവം മാറ്റിയില്ല. എന്താ പന്റെ ഉദ്ദേശം? ഇവിടെ ഒളിച്ചു താമസിക്കാൻ വന്നാണെങ്കിൽ സുഖവാസത്തിന്റെ മാമാന്റെ പ്രകടനം ഞാൻ ഇവിടെ സമ്മതിക്കൂല. എന്ത് മനസ്സിലാക്കണം? ഈ ബ്രോക്കറാ ഉളുപ്പുണ്ടോ? റോയ് സാർ ഇതാ ഇവന്താ ഒരു പെണ്ണിനായിട്ട് വന്നീനാ. പെണ്ണിന്റെ മുഖം ഞാൻ കാണട്ടെ. ഇത് ജെയിംസ് അല്ലേ? ആണോ? പിന്നല്ലാണ്ട് ഇവനെന്താ കോലത്തില്? അതൊക്കെ പറയാം. നടന്നത് എന്താണെന്ന് ജെയിംസ് പറയട്ടെ. അന്നത്തെ പിടിവലിയുടെ ഇടയിൽ അവൻ്റെ പോക്കറ്റ് കയറിയിട്ട് കയ്യിൽ വന്നു. കൂടെ ഈ കഷ്ണം കടലാസും. അന്ന് ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടപ്പോൾ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അതാ ഞാനത് കളയാണ്ട് സൂക്ഷിച്ചേ. ഒരു സീനറിയാണ്.
ഒരു തോണിയും തോണിക്കാരനും കൂടി എൻ്റെ ഉഷാറാവുക അല്ലേ? ഇതിലാ വീട്ടിലേക്കുള്ള വഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പപ്പ വീടിന്റെ പ്ലാൻ ഒരു കാര്യം ഉറപ്പാ, ഇതാരോ കൊട്ടേഷൻ കൊടുത്തിരിക്കണം. കൊല്ലാനുള്ള കൊട്ടേഷൻ. കൊല്ലാനുള്ള കൊട്ടേഷനാണ് ഇതിൻ്റെ അകത്ത് കത്തിയല്ലേ വരയ്ക്കണ്ടേ? ആ അത് ചിലപ്പം പുഴയിൽ മുക്കിക്കൊല്ലാനുള്ള പരിപാടി. അതാണ് പുഴ. വലിയൊരു അപകടത്തിലാണ് ഞാൻ ചെന്ന് ചാടിക്കണേന്ന് പിന്നീടാണ് സാർ എനിക്ക് മനസ്സിലായത്. സാറന്മാർ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ച കാര്യം ഞാൻ അറിഞ്ഞു. നിങ്ങളെ ഫോളോ ചെയ്യാൻ ഞാൻ സെബാസ്റ്റ്യനോട് പറഞ്ഞു. തെളിവുകളൊക്കെ എനിക്കെതിരാന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു കള്ളനല്ല സാറേ. ഞാൻ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാ ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ സെബാസ്റ്റ്യൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാനാ പറഞ്ഞത് എങ്ങനെയെങ്കിലും സാറന്മാരെ കണ്ടുപിടിച്ച് ഉള്ള കാര്യം തുറന്നു പറയാം. പിന്നെ വിഷ്ണു സാർ എന്നെ കണ്ടുപിടിച്ച് അതിവിദഗ്ധമായി കുടിക്കിയ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവരോട് പറയണം. അതൊക്കെ സൗകര്യം പോലെ എല്ലാവരും പിന്നെ പറഞ്ഞു. എന്നാലും കണ്ടുപിടിച്ചില്ല. നിങ്ങൾ ആളൊരു സംഭവം തന്നെ. അപ്പൊ എങ്ങനെ ജെയിംസ് സെബാസ്റ്റ്യനായിട്ട് പരിചയം? കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ടതാ. വേറെ മുൻ പരിചയമൊന്നുമില്ല. ജെയിംസിന്റെ കഥകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയാണ്. ജയിലിലോ? ജയിലിലല്ല, പുറത്ത്. ഈ പോരാ കൊടുക്കാറില്ല സാറേ. സാറൻ തന്നെ കീഴ്പ്പെടുത്തിയ വീടുണ്ടല്ലോ, അതൊരു അമേരിക്കക്കാരൻ ഇവനെ വിൽക്കാൽപ്പിച്ചതായിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഒക്കെ നടന്ന് അതൊന്നും കാണാൻ പറ്റില്ല. അത് നന്നായി. നമ്മളിപ്പോ ജെയിംസിനെ പോലെ ഒരു മുഴുക്കള്ളനെയും കൊണ്ട് നമ്മുടെ സാറുമാരുടെ അടുത്തേക്ക് പോയാ ഈ കഥ അവര് വിശ്വസിക്കില്ല. എവിടെ ഇന്ന് വരെ ഒരു കള്ളനും സത്യം പറഞ്ഞാൽ പോലീസുകാർ വിശ്വസിക്കില്ല. ഞാൻ അന്ന് കണ്ട ആളുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട് സാറേ. അവൻ്റെ മുഖം ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയാളുടെ ഒരു രേഖചിത്രം വരയ്ക്കാം. എന്താ? ഞാൻ പലപ്പോഴായി 10-16 വർഷം ജയിലിൽ കിടന്നിട്ടില്ല. പക്ഷേ ഇന്നേ വരെ ജയിലിൻ്റെ അകത്തും പുറത്തും ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇയാൾ ഈ ലിമിറ്റിലൊന്നുള്ള ആളല്ല. എന്താ സാറേ വല്ല കോളുണ്ടാ? ഒരു റിട്ടയർമെന്റ് പാർട്ടി ഉണ്ട്. ആണാ? CSR ജീപ്പിലുണ്ട്. നീ ഒന്ന് അങ്ങോട്ട് വാ. എടാ കട ഒന്ന് നോക്കിയേക്ക്, ഒരു കോളൊത്തിട്ടുണ്ട്. ഞാനിപ്പോ ആടിന്റെ ഒരു കൈകാലെടുത്ത് വെച്ചേക്കടാ. എനിക്കൊരു സൂപ്പ് വേണ്ടി വരും.